ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ക്യൂറേറ്റഡ് വേൾഡ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിൽ അജ്രക് പ്രിന്റ് വരുന്ന കളക്ഷൻസും അതുപോലെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന മോഡലിൽ കോട്ടണിൽ സോഫ്റ്റ് കോട്ടണിൽ ഷിഫ്ലി വർക്ക് താഴെ ദാമൻ ഏരിയയിലേക്ക് ഷിഫ്ലി വർക്ക് വരുന്ന കളക്ഷൻസ് ആട്ടോ. അതുപോലെ അതിന് മാച്ച് ചെയ്യുന്ന വൈറ്റ് ഷെയ്ഡിലുള്ള ഡയബിൾ ആയിട്ടുള്ള ദുപ്പട്ടാസും കാണിക്കുന്നുണ്ട്. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താലും മതി. കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത്. പ്യുവർ കോട്ടണിൽ ദാമൻ ഏരിയയിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫ്ലി വർക്ക് ആട്ടോ വരുന്നത്. ഞാൻ വെയർ ചെയ്തിരുന്ന സെയിം പാറ്റേൺ തന്നെയാണ്. ഇപ്പോഴും കുറേ എൻക്വയറീസ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഈ മെറ്റീരിയലിന്. അപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്ലെയിൻ വെർഷൻ ആണ്. മുകളിലേക്ക് പ്ലെയിൻ ആണ് വരുന്നത്. ഇതില് മുകളിലേക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആട്ടോ. എല്ലാം ബത്തിക് പ്രിന്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം കുറച്ചൊരു നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന സെറ്റ്സ് ആട്ടോ ഇത്. കോട്ടൺ ആണെങ്കിലും പ്രീമിയം കോട്ടൺ സെറ്റ്സ് എന്ന് പറയാം. കാരണം ദാമൻ ഏരിയയിലേക്ക് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ള കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സെറ്റാണ്. പ്രത്യേകിച്ച് താഴേക്ക് ലൈനിങ് യൂസ് ചെയ്യാണ്ട് നല്ല ലോങ് ആയിട്ടുള്ള കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ കോഡ് സെറ്റ്സിനും കുറേ പേര് എടുക്കുന്നുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ. കോഡ് സെറ്റ്സും ടോപ്പിന്റെ ബോട്ടം പോർഷനിലേക്കും അതുപോലെ പാൻറ്റിന്റെ ബോട്ടം പോർഷനിലേക്കും ഈ ഷിഫ്ലി വർക്ക് വരുമ്പോൾ പ്രത്യേക ഭംഗിയാട്ടോ. കോഡ് സെറ്റ്സിനും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ പിള്ളേർക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ടും നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്, യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡാട്ടോ. യെല്ലോ എന്നും പറയാൻ പറ്റില്ല, ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല, രണ്ടിനെയും മിക്സ് ആയിട്ടുള്ളത് നല്ലൊരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിലിതുപോലെ വൈറ്റ് കളർ ബത്തിക് പ്രിന്റ്സ് ആട്ടോ വരുന്നത്. നല്ല വിഡ്ത്ത് വരുന്നുണ്ട്. 46 ഇഞ്ചിന്റെ അടുത്ത് വിഡ്ത്ത് വരുന്നുണ്ട്. വിഡ്ത്ത് വൈസ് ആണോ കട്ട് ചെയ്യേണ്ടത്. അതുപോലെ ദാമൻ ഏരിയയിലേക്ക് ഇതുപോലെയാണ് വർക്ക് വരുന്നത്. നല്ല വിഡ്ത്തിലുള്ള ഷിഫ്ലി വർക്കാണ്. ഫുൾ സ്ലീവ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അതുപോലെ ഇത് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബത്തിക് പ്രിന്റ്സ് ആട്ടോ വരുന്നത്. എല്ലാം വൈറ്റ് കളർ ബത്തിക് പ്രിന്റ്സ് ആണ്. ഇങ്ങനെ വരും. ഹാൻഡ് ബ്ലോക്സ് ആട്ടോ. ദാമൻ ഏരിയയിലേക്ക് ഇതുപോലെ ഷിഫ്ലി വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. 46 ഇഞ്ചിന്റെ അടുത്താണ് വിഡ്ത്ത് വരുന്നത്. രണ്ടിന്റെ മീറ്റർ പ്രൈസ് വരുന്നത് 480. ഈ സെറ്റ്സിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് ദുപ്പട്ടാസ് ആട്ടോ കാണിക്കുന്നത്. ഇതാട്ടോ ഫസ്റ്റ് ദുപ്പട്ട വരുന്നത്. മൽക്കോട്ടൺ ദുപ്പട്ടയാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ മെറ്റീരിയൽ ആണ്. എല്ലാം ഡയബിൾ ആട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ഡൈ ചെയ്തെടുക്കാം കേട്ടോ, യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാട്ടോ വരാം. നല്ല രസമുള്ള ഇതുപോലെ ലേസ് വർക്ക് ആട്ടോ വരുന്നത്. ഇതുപോലെ വെർട്ടിക്കൽ പാറ്റേണിലേക്ക് ഇതുപോലെ ലേസ് വർക്കാണ് ത്രൂ ഔട്ട് വരുന്നത്. അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ്. അത് പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയാട്ടോ വരുന്നത്. മൽക്കോട്ടൺ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 680. ഇങ്ങനെയാട്ടോ നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത്. നെറ്റ് കോട്ട മെറ്റീരിയൽ ആട്ടോ. നല്ല സോഫ്റ്റ് നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ്. വൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതുപോലെ ബോർഡേഴ്സിലേക്ക് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഇതുപോലെ വർക്കാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ത്രെഡ് വർക്കും വരുന്നുണ്ട്, സീക്വൻസ് ഹൈലൈറ്റ്സും വരുന്നുണ്ട്. 4 സൈഡ്സിലേക്കും അതുപോലെ വരുന്നുണ്ട്. അതുപോലെ ബോഡി ത്രൂ ഔട്ട് ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ വർക്കാണ് വരുന്നത്. അതുപോലെ ത്രെഡ് വർക്കും സീക്വൻസ് ഹൈലൈറ്റ്സും ആട്ടോ വരുന്നത്. പിന്നെ ചെറിയ ചെറിയ സ്കാറ്റേർഡ് ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട്. നെറ്റ് കോട്ട ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് 550. ഇതാട്ടോ നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത്. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്ക് ആട്ടോ വരുന്നത്. സോഫ്റ്റ് നെറ്റ് കോട്ട മെറ്റീരിയലിൽ ഇതുപോലെ ആപ്ലിക് വർക്ക് ആട്ടോ വരുന്നത്. നല്ല ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു ക്ലാസ് ലുക്ക് തോന്നിക്കുന്ന ഒരു ദുപ്പട്ടയാട്ടോ. ഇങ്ങനെയാണ് ആപ്ലിക് വർക്ക് വരുന്നത്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഈ മെറ്റീരിയലിന് നല്ല മാച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാട്ടോ. നമുക്ക് ഈ ഷെയ്ഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡൈ ചെയ്യാട്ടോ. ഡൈയബിൾ ആണ്. എല്ലാ ദുപ്പട്ടാസും ഡൈയബിൾ ആണ്. ഇതുപോലെ സൈഡ്സിലേക്കും ഇതുപോലെ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡർ ആണ് വരുന്നത്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇങ്ങനെ വരും. ഈ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് 720. ഇതാട്ടോ നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത്. വീണ്ടും നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആട്ടോ.
ഇതിൽ നല്ല ഭംഗിയുള്ള വർക്കാട്ടോ വരുന്നത്. ഇത് കണ്ടോ, ബോർഡേഴ്സിലേക്ക് ദുപ്പട്ടയുടെ ദാമൻ ഏരിയയിലേക്ക് ഇതുപോലെയാട്ടോ വർക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല റിച്ച് ആൻഡ് ക്ലാസി ആയിട്ടുള്ള വർക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. ത്രെഡ് വർക്കും അതുപോലെ ഫ്രഞ്ച് നോട്ട് വർക്കും ആട്ടോ വരുന്നത്. അതുപോലെ രണ്ട് സൈഡ്സിലേക്കുള്ള ബോർഡറിലേക്ക് ഇതുപോലെയാട്ടോ വർക്ക് വരുന്നത്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാട്ടോ. ഇതിപ്പോ ഇങ്ങനെയല്ലെങ്കിൽ നമുക്ക് വേറെ ഏതൊരു മെറ്റീരിയലിന്റെ ഒപ്പം ഒരു സൽവാറിന്റെ ഒപ്പം ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലാസി ആയിട്ടുള്ള സെറ്റ്സ് ആട്ടോ. ഇങ്ങനെ ബോഡി ത്രൂ ഔട്ട് ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ചെറിയ വർക്കും വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ടയുടെ ദാമൻ ഏരിയ ആണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാണ് വരിക. ഡയബിൾ ആണ് എല്ലാം വരുന്നത്. ഡയബിൾ ദുപ്പട്ടാസ് ആണ്. ഇങ്ങനെയാട്ടോ വരുന്നത്. ഇങ്ങനെയാട്ടോ വരാം. പ്രൈസ് വരുന്നത് 620. ഇതാട്ടോ നെക്സ്റ്റ് സെറ്റ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലില് അജ്രക് പ്രിന്റ്സ് ആട്ടോ വരുന്നത്. നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ്. അതും അടിപൊളി ഷെയ്ഡ്സും പ്രിന്റ്സും ആട്ടോ. നല്ലൊരു 6 ആക്ക് പാറ്റേണും വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ യൂണീക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സും പ്രിന്റ്സും വരുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ ഫസ്റ്റ് പ്രിന്റ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആട്ടോ വരുന്നത്. എല്ലാം അജ്രക് പ്രിന്റ്സ് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആണ്. നാച്ചുറൽ ഡൈ യൂസ് ചെയ്തുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ് ആട്ടോ എല്ലാം വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഈ കളർ കോമ്പിനേഷനിലുള്ള ഒരു മൊഡാൽ ദുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ ഷിഫോൺ ദുപ്പട്ട ആയാലും പെയർ ചെയ്യാട്ടോ. അതുപോലെ ദുപ്പട്ട ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ള കോഡ് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഒരു നോർമൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഈ രണ്ട് സെറ്റ്സ് ഇതുപോലെ ഒരു കോംബോ പോലെയൊക്കെ പെയർ ചെയ്യാവുന്നതാട്ടോ. സെയിം ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഒരു ഡാർക്ക് മെറൂണിഷ് റെഡ്, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ഒരു ബേജ് കോമ്പിനേഷൻ ആട്ടോ വരുന്നത്. ഇങ്ങനെയാണ് പ്രിന്റ്സ് വരുന്നത്. കണ്ടോ, സെയിം കളർ കോമ്പിനേഷൻ തന്നെയാട്ടോ ഇതിലും വരുന്നത്. നല്ല ഭംഗിയുള്ള 6 ആക്ക് പാറ്റേൺ ആണ് വരുന്നത്. എല്ലാം ഹാൻഡ് ബ്ലോക്സ് ആട്ടോ. അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ചെറിയ പെർഫെക്ഷൻസ് ഒക്കെ കാണുന്നത്. ഇത് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് മെഷീൻ പ്രിന്റിംഗ് അല്ല, കൈവച്ച് ഹാൻഡ് ബ്ലോക്ക് ചെയ്തെടുക്കുന്നതാട്ടോ. മെറ്റീരിയലിന്റെ വിഡ്ത്ത് വരുന്നത് ഒരു 45 ഇഞ്ചിന്റെ അടുത്താണ് വിഡ്ത്ത് വരുന്നത്. ഇങ്ങനെയാട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു 6 ആക്ക് പാറ്റേൺ ആണ്. നമുക്ക് രണ്ടും കമ്പൈൻ ചെയ്ത് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാട്ടോ നെക്സ്റ്റ് പ്രിന്റ്സ് വരുന്നത്. വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആട്ടോ. നേരത്തെ കണ്ടത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂണിഷ് റെഡ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് റെഡിന്റെ ഒരു ഡാർക്കർ ഷെയ്ഡാട്ടോ. ഒരു ഡാർക്ക് ബ്രിക്ക് റെഡ് എന്ന് പറയാം. ഇങ്ങനെയാണ് വരുന്നത്. റെഡ് വരുന്നുണ്ട്. അതുപോലെ ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ബേജ് കോമ്പിനേഷൻ ആട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള 6 ആക്ക് പ്രിന്റ്സ് ആണ്. ഇതാട്ടോ നെക്സ്റ്റ് പ്രിന്റ് വരുന്നത്. നല്ല യുണീക്ക് ആയിട്ടുള്ള പ്രിന്റ് ആട്ടോ. നല്ല രസമുള്ള പ്രിന്റ്സ് ആണ്. നല്ലൊരു ക്ലാസ് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു പ്രിന്റ് ആട്ടോ. ഇതൊക്കെ ബ്ലൗസ് പീസിനൊക്കെ കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലത്തെ മെറ്റീരിയൽസ് മെൻസിന്റെ ഷർട്ടിന് കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട് കേട്ടോ. അത്രയ്ക്കും ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെ വരും കേട്ടോ. സെയിം കളർ കോമ്പിനേഷൻ ആണ്. കണ്ട 6 ആക്ക് പാറ്റേണിന്റെ സെയിം കളർ കോമ്പിനേഷൻ ആണ്. പക്ഷെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിംഗ് പാറ്റേൺ ആട്ടോ വന്നിരിക്കുന്നത്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചെറിയ യോക്ക് പോർഷനിലോ അല്ലെങ്കിൽ സൈഡ്സിലേക്ക് ഈ പ്രിന്റും സെന്റർ പോർഷനിലേക്ക് ഈ പ്രിന്റും ഒക്കെ ആയിട്ട് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. രണ്ട് സെറ്റ്സും സെയിം കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. രണ്ടിന്റെയും പെർ മീറ്റർ പ്രൈസ് വരുന്നത് 285. ഇങ്ങനെയാട്ടോ മെറ്റീരിയൽസിന്റെ ക്ലോസർ ലുക്ക് വരുന്നത്. ഇങ്ങനെയാട്ടോ ഫുൾ ലുക്ക് വരുന്നത്. ഇതിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇങ്ങനെയാട്ടോ മെറ്റീരിയലിന്റെ ഫുൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ബത്തിക് പ്രിന്റ്സ് ആണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാട്ടോ ഇത് വരുന്നത്. സെയിം ഷെയ്ഡിലേക്ക് വേണമെങ്കിൽ സെയിം ഷെയ്ഡിലേക്ക് നമുക്ക് ഡൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ട മെറ്റീരിയലിൽ ആപ്ലിക് വർക്ക് ആട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും കേട്ടോ ഫുൾ ലുക്ക്. അതുപോലെ ഇങ്ങനെയാണ് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത്. നെറ്റ് കോട്ടയിൽ സൈഡ്സിലേക്കും ദാമൻ ഏരിയയിലേക്കും
നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും ഫ്രഞ്ച് നോട്ട് വർക്കും ആട്ടോ വരുന്നത്. ഇങ്ങനെയാട്ടോ വർക്ക് വരുന്നത്. ഉണ്ടാവും ദാമനയിലേക്ക് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാട്ടോ. ഇങ്ങനെ വരും ഈ സെറ്റ്. ദുപ്പട്ടയുടെ ലെങ്ത് 2.5 മീറ്റേഴ്സിന്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇങ്ങനെയാട്ടോ നെക്സ്റ്റ് സെറ്റിന്റെ ഫുൾ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. നല്ല ഭംഗിയുള്ള ബത്തിക് പ്രിന്റ്സും ആണ്. നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടാത്തൊരു ഷെയ്ഡാട്ടോ. നല്ല ഭംഗിയില്ലേ ഇതിനിപ്പോ വിത്ത് വൈസ് ലെങ്ത് വരുന്നത് 46ന്റെ അടുത്താണ്. അപ്പൊ അതിലും ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ജോയിന്റ് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ദുപ്പട്ടയാണ്. നമുക്ക് ഏത് ദുപ്പട്ട വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. ഇഷ്ടത്തിന് എങ്ങനത്തെ ദുപ്പട്ട വേണമെങ്കിലും പെയർ ചെയ്തെടുക്കാം. ഇതുപോലെ മൽക്കോട്ടൺ ദുപ്പട്ടയിൽ ത്രൂ ഔട്ട് ഇതുപോലെ ഒരു വെർട്ടിക്കൽ പാറ്റേണിലേക്ക് ലേസ് വർക്ക് ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക. അതുപോലെ ബോർഡേഴ്സിലേക്ക് ഇതുപോലെ വരും. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാട്ടോ വരുന്നത്. എല്ലാ ദുപ്പട്ടാസിനും അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട്. ഇങ്ങനെയാട്ടോ വരാം. ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നത്. വീണ്ടും സോഫ്റ്റ് കോട്ട ദുപ്പട്ടയാണ്. ബോർഡേഴ്സിലേക്ക് ഇതുപോലെയാട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് ഹൈലൈറ്റ്സും വരുന്നുണ്ട്. അതുപോലെ ഫ്രഞ്ച് നോട്ട് വർക്കും വരുന്നുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. ദാമൻ ഏരിയയിലേക്ക് ഇതുപോലെ സെയിം തന്നെയാണ് വരുന്നത്. ബോഡിയിൽ ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട്. ഇങ്ങനെ വരും. ഇങ്ങനെ വരും കേട്ടോ. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താലും മതി. പുതിയ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.